മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ബ്രഹ്മാണ്ഡ ചിത്രം എമ്പുരാൻ മലയാളത്തിന്റെ ബാഹുബലിയാണെന്ന് ചിത്രത്തിന്റെ ഡിസൈനർ സുജിത് സുധാകരൻ. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എമ്പുരാനെ കുറിച്ച് ഒരു വിഷ്വൽ പൃഥ്വിരാജിന് ഉണ്ടായിരുന്നെന്നും യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സുജിത് പറഞ്ഞു. സിനിമയുടെ കോസ്റ്റ്യൂമാണ് സിനിമയുടെ ഭാഷ. കൂടുതലായും കറുപ്പും വെള്ളയും നിറങ്ങളുള്ള വസ്ത്രങ്ങളാണ് ആർട്ടിസ്റ്റുകൾ ഉപയോഗിച്ചത്. മോഹൻലാലിന് വേണ്ടി 2 ലക്ഷം രൂപയുടെ ഗ്ലാസുകൾ വരെ വാങ്ങിയിട്ടുണ്ട്. കാരണം ആ സിനിമയ്ക്ക് അത് ആവശ്യമാണ്. പലപ്പോഴും സിനിമകളിൽ വാച്ചുകളുടെയും ഗ്ലാസുകളുടെയും കോപ്പിയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ എമ്പുരാനിൽ ഒറിജിനൽ പ്രോഡക്റ്റ് തന്നെയാണ് മോഹൻലാലിന് വേണ്ടി ഉപയോഗിച്ചത്. 14 ലക്ഷം വരുന്ന 7-8 ജാക്കറ്റുകൾ ചിത്രത്തിൽ ഉപയോഗിക്കുന്നു. 2 ലക്ഷത്തിലധികം രൂപയുടെ ജാക്കറ്റുകളും വാച്ചുകളുമാണ് ചിത്രത്തിൽ ഉപയോഗിക്കുന്നത്. ലൂസിഫറിൽ ലാൽ സാറിന് വേണ്ടി ഒരു വാച്ചിന്റെ കോപ്പി ഞാൻ വാങ്ങിയിരുന്നു. അപ്പോഴാണ് ലാൽ സാർ പറയുന്നത് ഇതിന്റെ ഒറിജിനൽ എൻ്റെ കയ്യിലുണ്ടെന്ന്. പിന്നെ അദ്ദേഹം ആ ഒറിജിനലാണ് ഉപയോഗിച്ചതെന്നും സുജിത് സുധാകരൻ പറഞ്ഞു. ലൂസിഫർ പുറത്തിറങ്ങിയതിന് പിന്നാലെ മോഹൻലാലിന്റെ വസ്ത്രങ്ങളും വാച്ചും ഗ്ലാസുമൊക്കെ ഏറെ ചർച്ചയായിരുന്നു. ആഡംബര വാച്ചുകളാണ് ചിത്രത്തിൽ അധികവും ഉപയോഗിച്ചിരിക്കുന്നത്. എമ്പുരാനിലേക്ക് വരുമ്പോൾ പുറത്തിറങ്ങിയ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകളും മോഹൻലാലിന്റെ ക്യാരക്ടർ പോസ്റ്ററും വീണ്ടും ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. എമ്പുരാൻ മാർച്ച് 27-ന് വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. സമൂഹ മാധ്യമം കൈയടക്കിയിരിക്കുന്നത് എമ്പുരാന്റെ ടീസർ വിശേഷങ്ങളാണ്. ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ ടീസർ ചുരുങ്ങിയ സമയം കൊണ്ട് കണ്ടത് ലക്ഷക്കണക്കിന് ആളുകളാണ്. ഇതിനിടെ ഒരു വമ്പൻ സർപ്രൈസ് കൂടി പുറത്തു വന്നു. എമ്പുരാന്റെ തീം സോങ് എഴുതിയിരിക്കുന്നത് സംവിധായകനായ പൃഥ്വിരാജ് തന്നെയാണ്. പാടിയിരിക്കുന്നതാകട്ടെ ഇന്ദ്രജിത്തിന്റെ മകൾ പ്രാർത്ഥനയും. ആദ്യമായാണ് പൃഥ്വിരാജ് സുകുമാരൻ പാട്ടിന് വരികൾ എഴുതുന്നത് എന്ന പ്രത്യേകതയും ഉണ്ട്. ദീപക് ദേവാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. പ്രാർത്ഥന ഇതിനു മുമ്പും സിനിമകളിൽ പാടിയിട്ടുണ്ട്. മഞ്ജു വാര്യർ നായികയെത്തിയ മോഹൻലാൽ എന്ന സിനിമയിലെ ലാല ലാലേട്ട എന്ന ഗാനവും അന്നാബെൻ നായികയായ ഹെലനിലെ താര പദമാകെ തുടങ്ങിയ ഹിറ്റ് ഗാനങ്ങൾ പാടിയത് പ്രാർത്ഥന ഇന്ദ്രജിത്താണ്. തെലുങ്കിലും ഹിന്ദിയിലും പ്രാർത്ഥന അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട്. എമ്പുരാനിലെ തീം സോങ് എന്തായാലും ഞെട്ടിച്ചു എന്നാണ് കമന്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.